കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണുന്ന നവ്യനെ എന്നേക്കുമായിട്ട് അനന്തപുരി തറവാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഭി ചില ഗൂഢതന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് നിർമ്മലിനെ വെച്ചിട്ട്. അബിയുടെ നിർമ്മലിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കാനായിട്ട് നയനെ നവ്യയും കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ നയനയ്ക്ക് വലിയൊരു അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെയാണെങ്കിലും നിർമ്മലിനെ കൈയോടെ പിടികൊണ്ടെന്ന് വെച്ച് ചെന്ന് കഴിഞ്ഞിട്ട് നിർമ്മല് വന്നുമില്ല. അങ്ങനെ തിരിച്ചു പോരുവാണ് നവ്യ നയനും കൂടെ. ഈ സമയത്തോ ആദർശ് ആടപ്പാടെ പെട്ടുപോയായിരുന്നു. വേഷം മാറി ആദർശ് അങ്ങോട്ട് ചെന്നേ. പക്ഷേ എങ്കിലും നിർമ്മലിനെ കണ്ടെത്താനൊന്നും പറ്റില്ല. നാണം കേട്ടാണ് ആദർശം അവരുടെ പുറകെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത് തന്നെ. ഈ സമയത്ത് അഭി എന്ത് ചെയ്യുവാണ്, നേരെ നിർമ്മലിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ നിർമ്മലിനെ കണ്ടു പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാം. എല്ലാം ഓർമ്മയുണ്ട്. പിന്നെ അത് മാത്രം പോരാ, ഇന്നത്തെ കൊണ്ട് അവളുടെ ജീവിതം അവിടുത്തെ അവസാനിക്കണം. നാളെ നേരം പൊള്ളുന്നു കഴിയുമ്പം അവൾ ആ വീട്ടിൽ കാണില്ലെന്ന് പറയാണ്. എന്നാലും എനിക്ക് ചില സംശയങ്ങളുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത്രമാത്രം കാര്യങ്ങൾ അവളോട് ചെയ്യുന്നത്? ഇതിന് മാത്രം അവൾ എന്ത് തെറ്റിയാ നിങ്ങളോട് ചെയ്തതെന്ന് ചോദിക്കണം. അവളോ, അവൾ എന്റെ ജീവിതം താർത്തവനടാ. നിനക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടാ. എനിക്ക് എത്രമാത്രം സ്വപ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയായിരുന്നോ? അവള് വലിയ കോടീശന്റെ പുത്രിയാന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിക്കുകയതേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ബന്ധത്തിൽ ചെന്ന് പെട്ടുപോയത്. അവസാനം തല ഉയരാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ പണ്ടേ ഞാൻ തലയുരി പോയേനും. പക്ഷെ ഇനി എനിക്ക് അവളെ ചുമന്നോട് നടക്കാൻ പറ്റില്ല. അത്രമാത്രം ഞാൻ ഇന്ന് അവളെ വെറുക്കുന്നുണ്ടെന്ന് പറയാം. പിന്നീട് പറഞ്ഞു, അതെ ഇതെന്താണെന്നറിയാം, ഒരു സ്പൈ ക്യാമറ കൊടുക്കുന്നുണ്ട്. ഇത് നീ എപ്പോഴും കൈ കരുതണം. നിന്റെ ദേഹത്തോടെയും കടിപ്പിച്ചാൽ മതി. നീയും നവ്യയും കൂടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയണം. മാത്രമല്ല നീ കുറച്ചങ്ങോട്ട് കൊഴിപ്പിച്ച കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞോ. ഐ ലവ് യു എന്ന് വേണേ ഒരു പൂ കൊടുത്തോ. ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ആകുകയും ചെയ്യണം, വീഡിയോ ഷൂട്ട് ആവുകയും ചെയ്യണം. കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇനിയൊക്കെ നിന്റെ ബുദ്ധി പോലെ ഇരിക്കുമെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. എല്ലാ കാര്യങ്ങളും ഞാൻ ഓക്കെ ആക്കി തരാം. അറിയാലോ, ഇതെങ്ങാനും ഇങ്ങനെയാണ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ജിമ്മ് തുടങ്ങാനുള്ള പണമൊക്കെ ഞാൻ തരും. ആ കാര്യത്തിൽ നീ പേടിക്കണ്ടെന്ന് പറയാം. അതിലൊന്നും പേടിയില്ല. പക്ഷെ എങ്ങാനും പോലീസ് വല്ലതും പിടിച്ചാലോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് ചെയ്യും? പോലീസ് അതേക്കുറിച്ച് ഒന്നോർത്ത് പേടിക്കണ്ട. അവൾ എന്താണെങ്കിലും കേസിനും പുറകെ ഒന്നും പോകാൻ പോകുന്നില്ല. പോലീസ് പിടിക്കാനും പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. ഇനി എങ്ങാനും അങ്ങനെ എന്തും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോകത്തില്ലേ. ഒരു കാരണവശാലും എന്റെ പേര് പറയുകയും ചെയ്തേക്കില്ല. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഈ സമയത്ത് നയന വീട്ടില് മുറിയിലേക്ക് കയറുന്നു. മുറിയിൽ കയറി വന്ന് ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിക്കുകയാണ്. അപ്പോഴാണ് ആദർശിന്റെ വരവ് അങ്ങോട്ട്. അപ്പൊ ആദർശ് വന്നപ്പോ നയന സ്വാഭാവികമായിട്ടൊന്നും പ്രത്യേകിച്ചും സംഭവിക്കാത്ത മട്ടില് തന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. ആദർശ് വന്നിട്ട് ചോദിച്ചു, എന്തൊരു അഭിനയം നീ കാണിച്ചു വെക്കുന്നേ, കൊള്ളാട്ടെന്ന് പറഞ്ഞു. അഭിനയോ? ആരഭിനയിച്ചെന്ന് പറഞ്ഞേ? അല്ല നീയ. ഞാനെന്തിനാ ആദർശന്റെ അടുത്ത് അഭിനയിക്കണേ? അഭിനയിച്ചില്ലല്ലേ? എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്ന് ചോദിക്കണം. ദേ ആദർശേട്ടാ, എന്തേലും പറയാണ്ടെങ്കിൽ തെളിച്ച് പറയണോട്ടോന്ന് പറയണ. ഓ, അപ്പൊ നിനക്ക് അറിയത്തില്ലല്ലേ? അല്ല, ഞാൻ ആ ജ്യൂസ് കട വെച്ച് നിന്നെ വിളിച്ചിട്ട് നീ എന്താ മൈൻഡ് ചെയ്യാതെ പോന്നേന്ന് പറയാണ്. എന്റെ ഭർത്താവല്ലേ ഇതൊന്നും പറഞ്ഞു പോന്നേ? ജ്യൂസ് കട വെച്ച് ആദർശാണോ? ഞാൻ കണ്ടില്ല ജ്യൂസ് കട വെച്ചിട്ട്. ഒരു സിംഗ് അവിടെ ഉണ്ടായിരുന്നു. അയാള് പറഞ്ഞ എന്റെ ഭാര്യ പോണേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആ കടക്കാരനോട് പറഞ്ഞ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ പോരുകയും ചെയ്തു. അല്ല, ആ സിംഗും ആദർശാണുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കണം. ആദർശന് ആ പാടെ ഉത്തരം മുട്ടി. ആദർശ് പറഞ്ഞു, ഞാൻ ആ സിംഗായിട്ട് വന്നേ. പിന്നെ ഇപ്പോ ആദർശേട്ടെന്ന്. അതെ, ഞാൻ വേഷം മാറി വന്നു. ഓ, വേഷം മാറിയോ? ഓ, അപ്പൊ ഞങ്ങളെ ഫോളോ ചെയ്യാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കാണ്. ആദർശേട്ടൻ എന്താ ഞങ്ങളെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കണം. നീയൊക്കെ വേറെ വല്ല ഊരാക്കുടുക്കിലും പോയി ചാടണ്ടല്ലോ എന്ന് ഓർത്തോണ്ടാ നിന്റെയൊക്കെ പുറകെ വന്നേ. അതിനുള്ള സെൻസ് പോലും നിനക്കൊന്നും ഇല്ലാതായി പോയല്ലോ. അല്ല, ആദർശേട്ടൻ ഇങ്ങനെ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ആദർശനോട് ഇതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ചു കഴിഞ്ഞപ്പോ ആദർശേട്ടൻ എന്താ പറഞ്ഞു എന്നോട്? എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ലെന്നല്ലേ പറഞ്ഞേ? ഈ കാര്യം പറഞ്ഞോണ്ട് എന്നെ സമീപിക്കില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തേ. എന്റെ ചേച്ചിനെ സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്, മറ്റാരേക്കാളും. കാരണം എനിക്കറിയാം എന്റെ ചേച്ചി ഒരു തെറ്റു ഈ തവണ ചെയ്തിട്ടില്ലെന്ന്. ആദർശിന് മനസ്സിലായിട്ടുണ്ട് ഏകദേശമൊക്കെ. അല്ലെങ്കിൽ നബി ഒരു കാരണവശാലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടില്ലെന്ന് അറിയാം. പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദർശാൻ നിന്റെ പുറകെ നടക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആദർശാൻ ഇനിയിപ്പോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരണ്ടാന്ന് പറയണം. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇമാതിരി തലവേദന കേസുമായിട്ട് ആരുടെ പുറകെ പോയേക്കരുത്. എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേണം എല്ലാവരുടെയും സമാധാനം പറയാനായിട്ട്. അവസാനം എന്നെ കുറ്റപ്പെടുത്താനോ ആൾക്കാർ കാണുള്ളൂ. പിന്നെ നിന്നെ എല്ലാവരും കൂടെ അങ്ങ് പൊക്കി പിടിച്ച് നടക്കുമല്ലോ ഈ കുടുംബത്തിലുള്ളവര്. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നയന പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് കയറി കിടക്കുവാണ്. ഈ സമയത്ത്
ആദർശം കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആദർശം ഉറങ്ങിയോ നോക്കിയിട്ട് നയന പതുക്കെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവിടെ നവ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഓർമ്മയുണ്ടല്ലോ രാത്രിയിൽ ഇറങ്ങി വരണം, അവൻ വരുന്ന സമയമാകുമ്പത്തേനും ആദർശേട്ടനൊന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഉറങ്ങി കഴിയുമ്പോഴത്തേനും ഞാൻ വന്നോളാം, ഞാൻ വന്ന് വിളിക്കും, അപ്പം ഇറങ്ങി വരണമെന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് പേടിയുണ്ട്. എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ തകർക്കേണ്ട നമ്മുടെ രണ്ടുപേരുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ചേച്ചിയുടെ മാത്രമല്ല എൻ്റെ ജീവിതം തറന്നു പോകും. ഒരു പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാലോ. അതുകൊണ്ട് ചേച്ചി ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടെന്ന് പറയണം. പിന്നീട് നയന മുറിയിലേക്ക് പോവാം. ഈ സമയത്ത് നന്ദു ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ. അനിയെക്കുറിച്ചുള്ള ചിന്തകൾ എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അതിങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്താണ് അനിയുടെ കോള് വരുന്നത്. അപ്പം അനിയുടെ കോള് വന്നു കഴിയുമ്പോഴത്തേനും നന്ദൂർത്ത് എടുക്കണോ വേണ്ടയോ അങ്ങനെ ഒരു സന്ദേഹത്തിൽ ഇരുന്നു. ഈ പെട്ടെന്ന് അങ്ങോട്ട് കനക കയറി വരുന്നത്. കനക വെച്ചു, ആരാ നന്ദൂട്ടാന്ന് ചോദിക്കണം. അല്ലാതെ പിന്നെ അനിയ ഈ സമയത്തോ? എന്തിനാ ഈ സമയത്ത് വിളിക്കണേ? അതെ ആ കോൾ അങ്ങോട്ട് എടുക്കണ്ട, അതും കൂടെ വെച്ചോ, നീ കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിച്ചോളും. അല്ലമ്മേ ഞാൻ പറഞ്ഞല്ലോ നന്ദൂട്ടാ, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നീ നിൽക്കരുത്. അതുകൊണ്ട് ആ കോൾ നീ അറ്റൻഡ് ചെയ്യും. ഇപ്പോഴൊന്നല്ല, അവൻ വിളിച്ചാൽ കോൾ എടുക്കുകയോ വേണ്ട. അവന് ചിലപ്പം നിന്നെ വിളിച്ച് അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയും. അവന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കല്ലേ അനാമികയായിട്ട്. ആ പെൺകുട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മോശക്കേടാ. അവരുടെ കുടുംബജീവിതം താർന്നു പോയില്ലേ. നീ ആയിട്ട് അറിയാലോ നന്ദൂട്ടാ, ഒരാളുടെ ജീവിതം താർക്കാൻ ശ്രമിക്കില്ല. ആ പെൺകുട്ടി എത്രമാത്രം പ്രതീക്ഷയോട് കൂടിയായിരിക്കും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നേ. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതെങ്ങാനും പറഞ്ഞാല് രണ്ട് കുടുംബങ്ങളും തകർന്നു പോകും. അതുകൊണ്ട് ഇതൊക്കെ വേണോ നന്ദൂട്ടാ? നിനക്ക് തന്നെ ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇല്ലമ്മ ഞാൻ കോൾ എടുക്കില്ല എന്ന്. കോൾ എടുക്കണ്ട, അതാ നല്ലതെന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യാം, ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോവാണ്. കനക അങ്ങോട്ട് പോയാലും കനകയുടെ ഉള്ളിൽ തീയായിരുന്നു. ഇനി എങ്ങാനും വിളിച്ചു കഴിയുമ്പോഴത്തേന് ഫോൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു. അനാമയ്ക്ക് വാക്ക് കൊടുത്താണ് വെഡിങ് കാർ സെലക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നന്ദുവിന് ഒരു കാരണവശാലും ആ കൂടെ പറഞ്ഞു വിടില്ല എന്നുള്ള കാര്യം. വാക്ക് പാലിക്കണം. അനി വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ അനി ആ കാര്യത്തെക്കുറിച്ച് പറയും. നന്ദു പോവുകയും ചെയ്യും. അതൊരു കാരണവശാലും നടന്നുകൂടാ. എങ്ങനെയാലും തടഞ്ഞേ പറ്റുള്ളൂ. പിന്നീട് അങ്ങനെ ആദർശം ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. ആദർശം നല്ല ഉറക്കമായി കഴിഞ്ഞപ്പോഴത്തേനും നയന പതുക്കെ എഴുന്നേറ്റ് പോയിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുവാണ്. നിർമ്മല് പറഞ്ഞ പോലെ തന്നെ ആ ബ്ലാക്ക് സാരിയൊക്കെ എടുത്ത് അപ്പം നവ്യ എങ്ങനെയാണോ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ടു. പൊട്ടൊക്കെ വെച്ച നവ്യയുടെ അതേ സ്റ്റൈലിൽ തന്നെ നയന ഒരുങ്ങിയിട്ട് പതുക്കെ വെച്ചുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ആദർശം ഉറങ്ങില്ല. ആദർശനോടൊന്ന് ഉറങ്ങാൻ പറ്റുമോ? ആദർശന് അറിയായിരുന്നു എന്തേലുമൊക്കെ സംഭവിക്കും. ഇവര് വെറുതെ ഒന്നും അങ്ങനെ വിടാൻ പ്ലാനില്ല. നയന പറഞ്ഞതിൽ നിന്നും ആദർശന് ചില സൂചനകളൊക്കെ പകല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വൈകുന്നേരം നിർമ്മല് വരുമായിരിക്കും, കാണാൻ ഇറങ്ങുമായിരിക്കും. അങ്ങനെ പതുക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും നവ്യ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നവ്യയുടെ കൈ പിടിച്ചിട്ട് വാ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നാലും എനിക്ക് പേടിയാകുന്നുണ്ട്. അബി എങ്ങാനും ഉണർന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ആദർശാണ് ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളില്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങളല്ലേ വെളിച്ചത്താവൂലേ. ഇങ്ങനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി അതിന് മാത്രം സമയം കാണുള്ളൂ. ഇങ്ങനെ എന്തിനാ നമ്മൾ പേടിക്കണേ? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. അവന്റെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ വേണ്ടി പോകുന്നതല്ലേ. ചേച്ചി ധൈര്യമായിട്ട് വാ, എന്തിനു വേദന ഞാൻ കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ചേച്ചിക്ക് പേടിയാണ്. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി വരണ്ട, ചേച്ചി അങ്ങോട്ട് പൊക്കോ, ഞാൻ തന്നെ അങ്ങോട്ട് പൊക്കളാം. വേണ്ട, എനിക്ക് നിന്നെ വിടാൻ ഭയങ്കര പേടിയാ. എന്നാലും നീ എനിക്ക് വേണ്ടി ഇത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ട്, എനിക്ക് സഹിക്കുന്നില്ല നയനാന്ന് പറയണേ. ആഹാ ഇത് കൊള്ളാലോ. ചേച്ചി എന്ന് പറഞ്ഞ എൻ്റെ ആരാ? എൻ്റെ സ്വന്തമല്ലേ. അപ്പൊ ചേച്ചിക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കേണ്ട ആള് ആരാ? ഞാനല്ലേ സഹായിക്കണ്ടേ? വേറെ ആരാ ചേച്ചിനെ സഹായിക്കാനായിട്ട് വരുന്നേ? അതുകൊണ്ടല്ലേ ചേച്ചി ഒന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ, വാന്നും പറയാണ്. ഈ സമയം നവ്യ നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നവ്യയുടെ മനസ്സിൽ പല പല ചിന്തകളൊക്കെ ആയിരുന്നു. താൻ എത്രമാത്രം ഇവളെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവള് മനസ്സിൽ വെക്കാതെ ഈ സമയത്ത് തനിക്ക് വേണ്ടിയിട്ട് അവള് സ്വന്തം ജീവൻ തന്നെ ബലി കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഇറങ്ങിത്തിരിക്കുന്നേ. ആദർശേണ്ണോ ആബി ആരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നയനെ കുറ്റപ്പെടുത്തും. നയനെ ഈ വീട്ടിൽ നിന്ന് പുറത്തോ അതൊക്കെ അവൾക്കറിയാം. എന്നിട്ട് പോലും അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആദർശ് പതുക്കെ എഴുന്നേറ്റു. ആദർശ് നോക്കിയപ്പോൾ നയനെ പോകുന്നുണ്ട്. അപ്പൊ അവള് നിർമ്മല വരുന്നുണ്ട്. അപ്പൊ നിർമ്മലിനെ കാണാൻ തന്നെയാ പോണത്. ഒരു കാര്യം ഉറപ്പായി, രണ്ടുപേരും കൂടെ ചെന്ന് ചാടാൻ പോകുന്ന ഊരാക്കുടുക്കിലേക്ക് തന്നെയാ. എന്തേലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ. പെട്ടെന്ന് ആദർശ് തനിക്ക് അറിയുന്ന SIയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. നമ്പറിലേക്ക് സാർ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം. എന്താ പ്രശ്നം? അല്ല എൻ്റെ ഭാര്യ അവളുടെ ചേച്ചിയും കൂടെ നിർമ്മലിനെ കാണാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി അവനോട് വരുമെന്ന് തോന്നേ. സാർ ഒരു ഉപകാരം ചെയ്യണം. സാർ ഒന്ന് വരണം എങ്ങനെയെങ്കിലും. കാരണം അവനെ പിടിക്കണമെന്ന് പറയാം. ഇന്ന് അവൻ വരുവാണ്, അവനെ കയ്യോടെ പിടികൂടണമെന്ന് പറയാം. പെട്ടെന്ന് അയാൾ പറഞ്ഞു, എനിക്കിനി തിരക്കുണ്ട് ആദർശേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഇന്ന് അവൻ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. അത് മാത്രമല്ല ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നു പറയത്തില്ല. എൻ്റെ ഭാര്യയുടെ അവളുടെ ചേച്ചിയുടെ ജീവൻ അപകടത്തിലാണ് സാർ. സാർ എങ്ങനെയല്ലേ പറഞ്ഞെന്ന് പറയാം. ശരി ഞാൻ നോക്കട്ടെ.
ആദർശ് ധൈര്യമായിട്ടിരുന്നോളം പറഞ്ഞ് ഫോൺ കട്ടി വേണം. പിന്നീട് ആദർശ് നേരെ നയനെ നവ്യയും കൂടെ പോയ വഴി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അബി ടെറസിന് മുകളിലുണ്ടായിരുന്നു. അബിയെല്ലാം നോക്കി ഇങ്ങോട്ട് നിൽക്കുക. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഇറങ്ങി വരും. കാരണം അവളിപ്പോൾ മുറിയിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. നേരെ നിർമ്മല കാണാനായിട്ടായിരിക്കും പോകുന്നത്. നേരെ നിർമ്മലിന്റെ ഫോണിലേക്ക് വിളിക്കുക. എല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കും. എല്ലാം ഓക്കെയാ, എന്നാ പതുക്കെ പോരെ, അവള് മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാ. അബി ഫോൺ വെച്ചിട്ട് അബി നോക്കി നിൽക്കുകയാണ്. അവരെ നിർമ്മല് വരുന്നേ, അവർ തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.